ഗൈസ്, ആട് 3 പാർട്ട് 1 വൺ ലാസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തിപരമായി എനിക്ക് മാത്രം തോന്നിയ കാര്യങ്ങളാണ്. എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉൾപ്പെടുത്തി ഞാൻ പറയുന്ന കാര്യമാണ് ഈ വീഡിയോ. ആ ഒരു ഒപ്പീനിയനാണ്. ഇതിനെ വലിയ റിവ്യൂ ആയിട്ട് കണക്കാക്കണ്ട. സിനിമ കാണാത്തവരാരും ഈ വീഡിയോ കാണണ്ട. പിന്നെന്താ, ഈ ഒരു സമയം വരെ ഞാൻ ഒറ്റ റിവ്യൂവോ റിപ്പോർട്ടോ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ സിനിമയെ കുറിച്ച് പറയുകയാണ്. സിനിമ കാണാത്തവരാരും ഈ വീഡിയോ കാണേണ്ടതില്ല. സ്പോയിലർ എലമെന്റ്സ് ഉണ്ടാവാം. ആട് 3 വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 1. ഈ സിനിമ ഇത് കഴിഞ്ഞ 2 ആട് പടങ്ങൾ പോലെയോ ഒരു എന്താ പറയുക, ചുമ്മാ ഒരു സ്ലാപ്സ്റ്റിക് ഹ്യൂമർ പരിപാടി അത് മാത്രമല്ല അവർ പിടിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലോജിക്കില്ലാത്ത കഥ. കുറേ അവന്മാരെ ഓരോ സാധനത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അവസാനം ഒരാളുടെ സാധനം കിട്ടുന്നു. പാപ്പനും പിള്ളേരും, ഡ്യൂട്ട് സാറും ഷിങ്കിടികളും, സർബത്ത് ഷമീറും പോലീസുകാരും, പിന്നെ സാത്താൻ സേവിയർ, ബാറ്ററി സൈമൺ, മറ്റേ മറ്റേ പുള്ളി എന്തരുടെ പുള്ളിൻ്റെ കഞ്ചാവ് സോമൻ, ശശി ആശാൻ, ഇവരെല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സിനിമ. അപ്പോൾ ഈ സിനിമയിലോട്ട് എത്തിയപ്പോഴത്തേക്കും അവർ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറും കൂടി വെച്ചാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അപ്പോൾ ടൈം ട്രാവൽ പരിപാടി പോലെയൊക്കെ ഇവർ പിടിച്ചിട്ടുണ്ട്, പാസ്റ്റും പ്രസൻറ്റിലൊക്കെ ആയിട്ട്. ടു ബി ഓണസ്റ്റ്, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാണ്. പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സിനിമയിലെ പ്രസൻറ്റ് ടൈമിലായി പാപ്പനും പിള്ളേരും, സർബത്ത് ഷമീർ ഗ്യാങ്, ആ യൂഷ്വൽ അവരുടെ സ്ലാപ്സ്റ്റിക് ഹ്യൂമർ, ക്യാപ്റ്റൻ ക്ലീറ്റസ് ആയാലും അറക്കൽ ആയാലും അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഇവരുടെയൊക്കെ കോമഡി, പാപ്പൻ്റെ ചെറിയൊരു മാസ്, BGM, പഴയ BGM, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടിരിക്കാൻ ഒരു എന്താ പറയുക, കുറേ കോമഡി എലമെൻറ്റ്സ് ഉണ്ട്. നമുക്കിരുന്ന് ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ട്. ചിലയിടത്തൊക്കെ നമ്മൾ കൈയടിക്കും. അങ്ങനത്തെ പല പല സാധനങ്ങൾ പ്രസൻറ്റ് ടൈം ലൈനിൽ ഉണ്ട്. പക്ഷേ പാസ്റ്റിലോട്ട് പോയപ്പോഴത്തേക്കും രാജഭരണവും മറ്റേ സായിപ്പും പിന്നെ എന്തിടെ ടിപ്പു സുൽത്താനും പിന്നെ വേറെ ആരൊക്കെയോ മറ്റേ ഫോറിനിൽ നിന്ന് വന്ന മറ്റേ വദാമയൊക്കെ ഉണ്ട്. എന്തോന്നടയത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. എന്തിനാണ് പാർട്ട് 1 ഫ്ലോപ്പായി, ശരിയാണ്. നിങ്ങൾ അതിനെ കവച്ച് വെക്കുന്ന ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കി, പ്രേക്ഷകരുടെ കയ്യടി നേടി, നല്ല ഹിറ്റും അടിച്ചു, ബ്ലോക്ക് ബസ്റ്ററും അടിച്ചു. എന്നിട്ട് 3ാമത്തെ ഒരു പാർട്ട് കൊണ്ടുവന്നു. അതിൽ വലിയ ആനക്കാര്യം എന്നൊക്കെ പറഞ്ഞ് ടൈം ട്രാവലും 2 ടൈം ലൈനും 3 ടൈം ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഉദ്ദേശിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരെന്തിനാണ് ഈ ഒരു എന്തോ ഒരു സാധനം, ഉൽക്ക പോലത്തെ ഒരു സാധനം എന്തോ രാജാവിന് കിട്ടി. ആ സാധനത്തിൻ്റെ പുറകെ ഒരു പാലത്തിൽ കുഴിച്ചിടുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയും. ഈ പടത്തിൽ ലോജിക്ക് എന്ന് പറഞ്ഞ സാധനം, ലോജിക്ക് എന്ന് പറഞ്ഞ ഒരു 5 അക്ഷര വാക്ക് പോലും നമുക്ക് മിണ്ടാനുള്ള യോഗ്യത ഇല്ലാത്ത പടമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കാണാൻ പോകത്തുള്ളൂ. ഇതൊരു സ്പൂഫ് മെറ്റീരിയലായിരിക്കും. ഇതിൽ തമ്മിലുള്ള കൗണ്ടർ അടിയും കാര്യങ്ങൾ മാത്രമാണ്. ചെറിയ ഫൺ എലമെന്റ്സ് ഉണ്ടാവും. ഓട്ടവും അടിയും പിടിയും എല്ലാം ഉണ്ടാവും. ഞാൻ പറയട്ടെ, ഈ ആടെന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു സോൾ എന്ന് പറയുന്ന ആ വടംവലി, അടി, ചെറിയ പാട്ട്, ഡാൻസ്, ഇതൊക്കെയാണ് ആടെന്ന് പറഞ്ഞ ആ സിനിമ. ഞാൻ ആട് 2 എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. അമ്മായിരി ലെവല് പടങ്ങളാണത്. അതിൽ ആട് 2 വേറെ എന്ന് വെച്ചാൽ സെക്കൻഡ്സിലാണ് പടം പോണേ. ഇങ്ങനെ അടുത്ത സീൻ ഓരോ സീനും ഉണ്ടാക്കി അവസാനം നല്ലൊരു എൻഡിങ്ങിൽ നല്ലൊരു ഹ്യൂമർ പരിപാടിയായിരുന്നു. ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആ ടൈം ട്രാവൽ ഒരു പരിപാടി ഒട്ടും വർക്കായില്ല. ആ പഴയ കാലഘട്ടം കാണിക്കുമ്പോഴൊക്കെ ഒരുമാതിരി ഇഞ്ചി അടിച്ച പോലെ ഞാൻ ഇരിക്കുകയായിരുന്നു. സംഗതി അവിടെ അവർ കുറേ ഹ്യൂമർ പരിപാടിയൊക്കെ സെറ്റാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും വർക്കായില്ലേ. ഷാൻ റഹ്മാൻ്റെ മ്യൂസിക് കുഴപ്പമില്ല. മേക്കിംഗ് അന്യായം. പഴയ കാലഘട്ടമാണ്. ഇതിൽ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ പ്രസന്റ് ടൈമിലേയും കാണിക്കുമ്പോൾ ഫുൾ സ്ക്രീനും, പാസ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്കും മറ്റേ സ്കോപ്പ് സ്വിച്ചിങ്, ആ പരിപാടിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. നല്ല രീതിക്ക് അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് അടുത്തൊരു പാർട്ട് അവർ കൺഫേം ചെയ്തു, സെക്കൻഡ് പാർട്ട്. കാരണം എന്ന് വെച്ചാൽ ഇനി ഈ കഥയ്ക്ക് എന്തായി എന്നുള്ള ഒരു കൺക്ലൂഷൻ വേണമെങ്കിൽ അടുത്ത പാർട്ട് കാണണം. അതുകൊണ്ട് എന്തായാലും ആ സിനിമയും കാണും ഞാൻ. ചിലപ്പോൾ അത് നന്നാവാം. ഇത് എനിക്കറിയില്ല ഇതുവരെ അറിയില്ല ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല.
കയ്യടിയും വിസിലടിയൊക്കെ ഉണ്ടായിരുന്നു. പടം തുടങ്ങിയപ്പോഴും തീരുമ്പോഴും നല്ല നല്ല ഹൈ മൊമെന്റ്സിലൊക്കെ കയ്യടിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പടം തീരുമ്പോഴും കയ്യടിയുണ്ട്. അപ്പോൾ കുറേ പേർക്കൊക്കെ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. എന്നിലെ പ്രേക്ഷകനെ ഈ സിനിമ പ്രീതിപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാൻ. ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. കാരണം ആ ഒരു ഷാജി പാപ്പൻ്റെ മ്യൂസിക് ആയാലും ഷാജി പാപ്പൻ്റെ ആ ലുക്കും സ്വാഗും അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ജേട്ടൻ 4 കൊല്ലമായിട്ട് 5 കൊല്ലം എന്തോ ആയിട്ട് സിനിമ ചെയ്തിട്ടില്ല പുള്ളി. ഇനി ഓർമ്മ വരാണ്ട് കത്തനാറ്, അത് ഏത് ലെവലിൽ ഇരിക്കും എന്നുള്ളത് കണ്ടിട്ട് പറയാം. ഈ സിനിമ അപ്പോൾ ഭയങ്കര സ്പെഷ്യലാണ്. പുള്ളീൻ്റെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ പുള്ളീൻ്റെ ഒരു പടം പോലും റിവ്യൂ ചെയ്തില്ലെന്ന് തോന്നുന്നു, ഇഫ് ഐ ആം നോട്ട് റോങ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. മിഥുൻ മാനുവലിൻ്റെ വലിയൊരു ഫാനായിരുന്നു ഞാൻ. പക്ഷേ ആ ഒരു 5-ാം വാരികയ്ക്ക് ശേഷം പുള്ളീൻ്റെ സിനിമകളൊന്നും അധികം വർക്കാവണേ. ഇപ്പം ഓസ്ലർ ആണെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. പക്ഷേ ഇതിലോട്ടൊക്കെ എത്തിയപ്പോഴത്തേക്കും പുള്ളീൻ്റെ ആ പഴയ പരിപാടിയൊക്കെ എവിടെ പോയടേ എന്ന് തോന്നിപ്പോയി എനിക്ക്. നീലക്കൊടുവേലിൻ്റെ പുറകെ ഓടുന്നവരായാലും കമ്പട്ടത്തിൻ്റെ പുറകെ ഓടുന്നവരായാലും നമുക്ക് അതേപോലെ സംഭവമാണ് ഇത് പിടിച്ചിരിക്കുന്നത്. പലവരുടെ കയ്യിൽ കൈമാറി എല്ലാവരും കൂടി ഒരു സാധനത്തിൻ്റെ പുറകെ അങ്ങ് പോകുന്നു. ഇത് തന്നെയാണ് ഇവിടെയും പിടിച്ചിരിക്കുന്നത്. അവിടെ ഒറ്റ ടൈം ലൈനിലൂടെ പോകുന്നു, കുറേ ക്യാരക്ടേഴ്സ്. ഇതിൽ പിന്നെയും ക്യാരക്ടേഴ്സിനെ കൂട്ടി വേറെ എവിടെ നിന്നൊക്കെയോ ആൾക്കാരൊക്കെ പറയാം. അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് പോലും ഒരു കണ്ടന്റ് പറയുന്നില്ല. അപ്പോൾ ഇനി അടുത്തൊരു പാർട്ടുണ്ട്, അതും കൂടി കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമേൻ്റെ ഗ്രാഫിനെ കുറിച്ച് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ, ടു ബി ഓണസ്റ്റ്. അപ്പോൾ ദാറ്റ്സ് ഓൾ വിത്ത് ആട് 3. ഞാൻ പറയാണ്, എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കായിട്ടാണ്, അബ്സല്യൂട്ട് അപരാധമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര വിഷമമുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞത്. ഞാനാണെങ്കിൽ സിനിമ കഴിഞ്ഞ ശേഷം ഒരുമാതിരി ഇഞ്ചി അടിച്ച പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര രാവിലെ പോയി പടം കാണണമെന്നുണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല, വേറെ തിരക്കായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. തിയേറ്ററിൽ പോയപ്പോഴത്തേക്ക് അവരവിടെ പാട്ട് വെച്ചിരിക്കുന്നു, മറ്റേ വലിയൊരു കട്ടൗട്ട് വെച്ചിരിക്കുന്നു, പിന്നെ ഷാജി പാപ്പൻ്റെ വണ്ടി അവിടെ കൊണ്ടിട്ടിരിക്കുന്നു. അങ്ങനത്തെ പല പല കാര്യങ്ങൾ നമ്മളതൊക്കെ കാണുമ്പോഴത്തേക്കും ഈ സിനിമയും കൂടി ഒന്ന് ലെവലായാൽ. എൻ്റെ കാര്യമുണ്ടോ, എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എന്തായാലും ഞാൻ പറയുന്നല്ലോ, പഴയ മ്യൂസിക്കിനെയൊക്കെ ഓടിയിട്ട്, പിന്നെ ആ വേദികൻ്റെ ഐറ്റം ഡാൻസ് അത് അത്യാവശ്യം നൈസായിരുന്നു, അത് കൊള്ളാം, ആ പാട്ടും കൊള്ളാം. മ്യൂസിക് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം സീനില്ലാതെ ചെയ്തിട്ടുണ്ട്. പ്രസന്റ് ടൈം ലൈനിലെ കോമഡീസൊക്കെ, പ്രത്യേകിച്ച് ഒരു കബഡീൻ്റെ ഒക്കെ ഒരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ സത്യം പറഞ്ഞാൽ ശരിക്കും ചിരിച്ച്. അപ്പോൾ ആ ഒരു പഴയ പാപ്പനും ഗ്യാങ്ങും അതാണ് ആട്. അല്ലാതെ അവരെയൊക്കെ ഭയങ്കര സീരിയസ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സീരിയസ് അല്ല, പക്ഷെ അവരവിടെയും കോമഡി തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ വർക്കാവുന്നില്ല. ഐ എം വെരി സോറി ടു സേ ദിസ്, പക്ഷേ പറഞ്ഞേ പറ്റുള്ളൂ. ആട് 3 നിരാശയായി പോയടെ. എനിക്കത് ആ ഒരു പാസ്റ്റ് ടൈമിലേ വരുമ്പോഴേ മതി. ഇൻ്റർവെൽ ആവാം 1.5 മണിക്കൂർ. അത് കഴിഞ്ഞ് പെട്ടെന്ന് പടം ഒരു പോയിന്റ് വെച്ച് അങ്ങ് സുല്ലിട്ടങ്ങ് നിർത്തുക. ഇനി എന്താ സംഭവം ഒന്നും അറിയാത്ത പോലെ ഇതിപ്പോൾ എന്താ ഉണ്ടായത്, ഈ ഒരു രീതിയിലാണ് ഇരുന്നത്. അപ്പോൾ ദാറ്റ്സ് ഓൾ വിത്ത് മൈ ഒപ്പീനിയൻ. ഞാൻ പറഞ്ഞു, എൻ്റെ ഒപ്പീനിയൻ ആരും വിലയിരുത്തേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് വേണം അതിൻ്റെ കളക്ഷനും കാര്യങ്ങളിലൊക്കെ കുറിച്ച് 4 ആളറിയാൻ. ഒരു നല്ല രീതിക്ക് പോകണമെങ്കിൽ പോട്ടെ, കുഴപ്പമൊന്നുമില്ല. അടുത്ത പടം വരുമ്പോൾ എന്തായാലും കണ്ടിരിക്കും. ഇതിപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ അടുത്ത പടം ഞാൻ പോയി കാണും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്ക് മൊത്തത്തിൽ പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ പടം അങ്ങനെ ദഹിച്ചില്ല. വെള്ളം തൊടാതെ വിഴുങ്ങുന്നവരുണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബൈ ബൈ.